ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ശ്ലോകം, യശോദാ ശിശു എന്ന് പറയുന്ന കാവ്യത്തിലെ ശ്ലോകമാണ്. യശോദാദേവിയും ഭഗവാനും തമ്മിലുള്ള ബന്ധം, ഭഗവാന്റെ കുട്ടിക്കാലത്തെ ഓരോ കളികളും യശോദാദേവിയുടെ ഭാഗ്യവും ഒക്കെ എടുത്തു കാണിക്കുന്ന ഒരു കാവ്യമാണ്. അതിലൊരു ശ്ലോകമുണ്ട്, വളരെയധികം മനസ്സിന് റിലേറ്റബിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു ശ്ലോകം, നമുക്കൊക്കെ വേഗം മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ശ്ലോകം. അപ്പോൾ ആ ശ്ലോകമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പുത്രൻ്റെ ഓരോ വികൃതിത്തരങ്ങൾ കേൾക്കുന്ന നേരത്തുളവായ കോപം, കണ്ണൻ ചിരിച്ചങ്ങു വരുന്ന കണ്ടാൽ എല്ലാം മറക്കുന്നു യശോദ വേഗം. അപ്പോൾ ഗോപികമാര് ഈ ഭഗവാന്റെ ഓരോ വികൃതിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് യശോദാദേവിയോട് പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും അല്ലേ. ഇങ്ങനെ ചെയ്തുവോ കണ്ണൻ, ആഹാ ഇന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നുള്ള മട്ടിലാണ് യശോദാദേവി കാത്തിരിക്കുക. പക്ഷെ കണ്ണൻ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങോട്ട് ചിരിച്ച അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി വരുമ്പോഴേക്കും എല്ലാം മറന്നു പോവുകയാണ് ഭഗവാന്റെ ആ മന്ദഹാസത്തിൽ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു വാസ്തവമാണ് യശോദയെക്കുറിച്ച്. പക്ഷെ അത് നമ്മളെക്കുറിച്ചും സത്യമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അല്ലേ. നമ്മൾ ഓരോ പരിഭവങ്ങളും ഓരോ വിഷമങ്ങളും ഒക്കെ കൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ കാണാൻ പോവുക. ഇന്ന് ഭഗവാനോട് ഇത് പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും കയ്യിൽ. പക്ഷെ നമ്മൾ ആ നടക്കിൽ അങ്ങോട്ട് എത്തി അല്ലേ, നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ആ ഭഗവാന്റെ ആ തിരുനടയ്ക്ക് അങ്ങോട്ട് എത്തുമ്പോൾ, ആ ശ്രീലകത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും, ആ അതിസുന്ദര മന്ദഹാസം കാണുമ്പോഴേക്കും എന്താപ്പം ഞാൻ വന്നത്, എന്തൊക്കെയാണ് എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത്, ഇതൊക്കെ മറന്നു പോവുകയാണ്. ആ ഭഗവാന്റെ ആ മായയിൽ പെടുകയാണ്, ആ മന്ദഹാസത്തിൻ്റെ ആ ഒരു മായയിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ നമുക്കൊന്നും അറിയില്ല അല്ലേ. ആ ഒരു അവസ്ഥയിൽ പരിഭവം പറയുവാൻ വന്നു നിന്റെ ചിരിയിൽ ഞാനെല്ലാം മറന്നു, എന്തുകൊണ്ടറിവീല കണ്ണാ നിൻ മുന്നിലെൻ കണ്ണു നിറഞ്ഞു പോയി. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോവാണ്. അപ്പോൾ അതാണ് ഭഗവാന്റെ ആ കളി, ഭഗവാന്റെ ലീല എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പരിഭവം കൊണ്ടാവും വന്നിട്ടുണ്ടാവുക യശോദയെ പോലെ. നമുക്കും വിഷമങ്ങളും ഭഗവാനോട് ചിലപ്പോൾ ക്രോധവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഭഗവാന്റെ ആ മന്ദഹാസം, അതാണ് ഭഗവാന്റെ സീക്രട്ട് അല്ലേ. സീക്രട്ട് വെപ്പൺ എന്നൊക്കെ പറയില്ലേ, അതാണ്. സുദർശന ചക്രമൊന്നും അല്ല, മന്ദഹാസമാണ്. അതങ്ങോട്ട് പ്രയോഗിക്കുമ്പോഴേക്കും നമ്മൾ സകലതും മറന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദത്തിൽ ഇന്നത്തെ വാക്കുകൾ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.